Welcome to Remia's Edu World. Magnification relate to the section two problems question when an object of height 6 cm is placed in front of a concave mirror at a distance 10 cm away from it, an image is obtained 60 cm away. On the same side, find out the height of the image and its magnification. Height and magnification കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമുക്ക് u v h naught അതായത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. നമുക്കറിയാം u v നെഗറ്റീവ് ആണ്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് പോസിറ്റീവ് ആണ്. നമ്മുടെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മാഗ്നിഫിക്കേഷനും വേണം, ഹൈറ്റ് ഓഫ് ദി ഇമേജും വേണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചിട്ട് ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാം. കാരണം മാഗ്നിഫിക്കേഷനും ഒബ്ജക്റ്റിന്റെ ഹൈറ്റും ഉണ്ടെങ്കിൽ ഇമേജിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ m ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു എടുത്തിട്ട് അവിടെ നിന്നിട്ട് മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. മൈനസ് വി എന്ന് പറയുമ്പോൾ അതിലൊരു മൈനസ് ഉണ്ട്, ദാറ്റ് ഈസ് മൈനസ് ഓഫ് -16. യു ഒരു -10 ഉണ്ട്, ദാറ്റ് ഈസ് മൈനസും മൈനസും കൂടി പ്ലസ് ആയി പോവും. ഡിനോമിനേറ്ററിൽ ഒരു -10. 16/10 നമ്മൾ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യേണ്ട, ഒരു പ്ലേസ് മാറ്റി പോയിന്റ് കൊടുക്കുക. ഒരു -10 ആയതുകൊണ്ട് അവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടെ കൊടുക്കുക, ദാറ്റ് ഈസ് -1.6 നമുക്ക് മാഗ്നിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ h ഉപയോഗിച്ചിട്ട് സെയിം ഇക്വേഷൻ എഴുതാം. അവിടെ ഹൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതുക. m ഈസ് ഈക്വൽ ടു hi/h0 കൊടുക്കുക, ho കൊടുക്കാം. അവിടെ മാഗ്നിഫിക്കേഷൻ -1.6 ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ഇമേജ് തന്നിട്ടില്ല, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നമുക്കറിയാം 6 ആണ്. ഇവിടെ എന്നിട്ടും ക്രോസ് ചെയ്താൽ മതി. hi ഈസ് ഈക്വൽ ടു -1.6 into 6 ചെയ്യുക. 6 6 are 36, remainder 3, 166, 6 plus 3, 9, that is -9.6 centimeter ആയിരിക്കും നമുക്ക് ഇമേജിന്റെ ഹൈറ്റ് ആയിട്ട് കിട്ടുക. ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, മാഗ്നിഫിക്കേഷനും ഹൈറ്റ് ഓഫ് ദി ഇമേജും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, an object is placed 8 cm away in front of a concave mirror of focal length 5 cm. Find out the position of the image and magnification. Find out whether the image is inverted erect or by drawing a ray diagram. നോക്കിക്കേ, ആദ്യം നമുക്ക് ഇവിടെ ഫോക്കൽ ലെങ്തും തന്നിട്ടുണ്ട്, യു ഇമേജ് നമ്മുടെ എന്താണ് ഓബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇമേജിന്റെ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം, മാഗ്നിഫിക്കേഷനും കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് എഫും യുവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ അവിടെ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എടുത്തിട്ട് കാര്യമില്ല, അവിടെ എഫ് ഇല്ല നമുക്ക്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു യു എഫ് ബൈ യു മൈനസ് എഫ് എന്ന നമ്മുടെ പഴയ ഇക്വേഷൻ യൂസ് ചെയ്യുക, മിറർ ഇക്വേഷൻ. ദാറ്റ് ഈസ് യുവിന് പകരം -8 ഇൻറ്റു -5 ഡിവൈഡഡ് ബൈ -8 -5. നമ്മുടെ ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്, നമുക്ക് എഫിനും യുക്കും സെപ്പറേറ്റ് ആയിട്ട് നെഗറ്റീവ് സിംബൽസും ഉണ്ട്. 8 5s are 40, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, ദെൻ -8 ഈ രണ്ട് മൈനസും കൂടെ ചേർന്നിട്ട് പ്ലസ് ആകും, -8 + 5 ദാറ്റ് ഈസ് -3 കിട്ടും നമുക്ക്. ദാറ്റ് ഈസ് 40 ഡിവൈഡഡ് ബൈ -3 ആണ് അവിടെ കിട്ടുന്നത്. ദാറ്റ് ഈസ് -13.5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ബി കിട്ടും. ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ ചെയ്യാം. മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ -v/u കൊടുക്കാം. മൈനസ് വിക്ക് പകരം നമുക്കിപ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ കിട്ടി, -13.5 കിട്ടിയിട്ടുണ്ട്. യു എന്ന് പറഞ്ഞാൽ -8 ആണ്, ഇവിടെ മൈനസും മൈനസും കൂടെ പ്ലസ് 13.5 വരും. therefore 13.5 ഡിവൈഡഡ് ബൈ -8 ചെയ്യാം. നമുക്കിവിടെ കിട്ടുന്നത് -1.66 എന്നാണ് നമുക്കിവിടെ മാഗ്നിഫിക്കേഷൻ ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇതൊരു റേ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഗ്രാഫ് പേപ്പറിൽ. ഇപ്പൊ നമുക്കറിയാം കോൺകേവ് മിറർ ആണ്, ഇവിടെ ഫോക്കൽ ലെങ്ത് 5 പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ ഇവിടെ നമ്മളൊരു മിറർ വരയ്ക്കാനുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മിറർ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫോക്കൽ ലെങ്ത് 5 എടുക്കും. നമുക്കറിയാം നമ്മുടെ റേഡിയസ് അല്ലെങ്കിൽ സെന്റർ CFP അല്ലെ, ഈ CPയുടെ പകുതി ആയിരിക്കും എഫ് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഫോക്കൽ ഡിസ്റ്റൻസ് എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും നമുക്ക് P മുതൽ C വരെ വരിക, അത് റേഡിയസ് ആക്കി എടുക്കുക. അതായത് ഇവിടെ 5 ആണെങ്കിൽ ഇങ്ങോട്ട് ഒരു 5 ടോട്ടൽ 10 സെന്റിമീറ്റർ റേഡിയസ് എടുത്തിട്ട് വേണം നമ്മൾ മിറർ വരയ്ക്കാൻ. അപ്പോൾ ഇവിടെ 10 സെന്റിമീറ്റർ റേഡിയസ് എടുത്തിട്ട് മിറർ വരച്ചിട്ടുണ്ട്, ഒരു കോൺകേവ് മിറർ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് u -8 ആണ്. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടെ നിന്നും 8 സെന്റിമീറ്റർ മാറിയിട്ട് നമ്മുടെ ഓബ്ജക്റ്റ് നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് 8 സെന്റിമീറ്റർ മാറിയിട്ട് നമ്മുടെ ഓബ്ജക്റ്റ് വരയ്ക്കുക.
ഓബ്ജക്റ്റ് വരച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു പാരലായിട്ട് ലൈൻ വരയ്ക്കുക, അത് ഫോക്കസിൽ കൂടി കടത്തി വിടുക. അതുപോലെ പിയിലേക്ക് ഒരു ലൈന് വരയ്ക്കുക, ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് മെഷർ ചെയ്യുക, ഇവിടെ നിന്നും അതേ ആംഗിളിൽ തിരിച്ചു പോകുന്ന രീതിയിൽ എന്ത് വരയ്ക്കുക, ഒരു ലൈന് വരയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് സിക്ക് ഇപ്പുറത്തായിട്ടാണ് നമുക്ക് ഇൻവേർട്ടഡ് ആയിട്ട് ഒരു ഇമേജ് നമുക്ക് ഗ്രാഫ് പേപ്പറിൽ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടും. അപ്പോൾ ചെയ്യേണ്ടത് 10 സെന്റിമീറ്റർ റേഡിയസ് എടുത്തിട്ട് വേണം നമ്മൾ വരയ്ക്കേണ്ടത്. അതുപോലെ നമ്മുടെ ഓബ്ജക്റ്റ് പ്ലേസ് ചെയ്യേണ്ടത് ഇവിടെ നിന്നും 8 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് അവിടെ ഒരു ഓബ്ജക്റ്റ് വരയ്ക്കുക. അവിടെ നിന്ന്, അതായത് നമ്മുടെ മിററിനെക്കാളും പൊങ്ങി പോകരുത്, അതിന്റെ മിററിന്റെ ഇതിനേക്കാളും താഴെ നിൽക്കുന്ന ഒരു ഓബ്ജക്റ്റ് വേണം നമ്മൾ എടുക്കാൻ. ഒരു ലൈന് പാരലായിട്ട് വരച്ച് ഫോക്കസിൽ കൂടെ വിടുക, ഒരെണ്ണം പിയിലേക്ക് വരയ്ക്കുക, അതേ ആംഗിളിൽ തന്നെ തിരിച്ചു പോവുക. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗത്തായിരിക്കും നമുക്ക് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഡയഗ്രാംസ് തന്നിട്ടുണ്ട്. ഈ ഡയഗ്രാംസ് ഉപയോഗിച്ച് ചെയ്യാനാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, റേ ഡയഗ്രാം ആണ്. അപ്പോൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ആരോ മാർക്ക് ഇവിടെ കാണിച്ചിരിക്കണം. അത് റേ ആണ്, അവിടെ ആരോ മാർക്ക് ഇട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫിഗറിൽ നോക്കാം. ഒരു 5 ഫിഗർ തന്നിട്ടുണ്ട്. ഒരു ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് സൈൻ ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഹൈറ്റ് ഓഫ് ദ ഇമേജ്, ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്, മാഗ്നിഫിക്കേഷൻ അത് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ, ഇറക്റ്റ് ആയിരിക്കുമോ വിർച്വൽ ആയിരിക്കുമോ ഇൻവേർട്ടഡ് ആയിരിക്കുമോ റിയൽ ആയിരിക്കുമോ നമ്മുടെ ഇമേജ്, സൈസ് എൻലാർജ്ഡ് ആയിരിക്കുമോ ഡിമിനിഷ്ഡ് ആയിരിക്കുമോ, നമ്മുടെ ഫിഗർ നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ ഫസ്റ്റ് ഫിഗറിലെ HI ഹൈറ്റ് ഓഫ് ദി ഇമേജ് നോക്കാം. നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷൻ ആണെന്ന് നോക്കിയാൽ മതി. താഴേക്കാണ്, ദാറ്റ് ഈസ് നെഗറ്റീവ്. രണ്ടാമത്തെ ഫിഗറിലും താഴേക്കാണ്, നെഗറ്റീവ്. മൂന്നാമത്തെ ഫിഗറിൽ നമ്മുടെ ഇമേജ് മേളിലേക്കാണ് നിൽക്കുന്നത്, therefore അത് പോസിറ്റീവ്. നാലാമത്തെ ഫിഗറിൽ ഇവിടുന്ന് മേളിലേക്കാണ്, പോസിറ്റീവ് ആണ്. ദെൻ അഞ്ചാമത്തെ ഫിഗറിനകത്ത് നമുക്ക് ഇവിടെ മേളിലേക്കാണ്, അതും പോസിറ്റീവ്. ആൻഡ് ദെൻ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്, ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് എപ്പോഴും മേളിലേക്ക് തന്നെയാണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരുന്നു. താഴേക്ക് നമ്മൾ ഓബ്ജക്റ്റിനെ വെച്ചില്ല, എല്ലാം ഈ ലൈനിന്റെ മേളിലേക്കാണ് വെച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അതെല്ലാം പോസിറ്റീവ്. ദെൻ മാഗ്നിഫിക്കേഷൻ HI മൈനസ് H0, അതായത് പോസിറ്റീവ് മൈനസും കൂടെ ഡിവൈഡ് ചെയ്താൽ മൈനസ് വരും, പോസിറ്റീവ് മൈനസ് നെഗറ്റീവ്, പോസിറ്റീവും പോസിറ്റീവും കൂടെ ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ്, പോസിറ്റീവ് പോസിറ്റീവ് ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ്. ഇവിടെ രണ്ടും പോസിറ്റീവ്, therefore പോസിറ്റീവ്. ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് കോളം നെഗറ്റീവ് കിട്ടും. രണ്ടും നെഗറ്റീവോ രണ്ടും പോസിറ്റീവോ ആണെങ്കിൽ നമുക്കത് പോസിറ്റീവ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇനി എൻലാർജ്ഡ് ആണോ ഇറക്റ്റ് ആണോ വിർച്വൽ ആണോ റിയൽ ആണോ എന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് കേസിൽ എങ്ങനെയായിരുന്നു, എന്താണ് ലെഫ്റ്റ് സൈഡ് തന്നെയായിരുന്നു. അപ്പോൾ അത് റിയൽ ഇമേജ് ആയിരുന്നു. കൂടാണ്ട് ഇൻവേർട്ടഡ് ഇമേജ് ആയിരുന്നു, തല കീഴായിട്ട് വന്ന ഒരു ഇമേജ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ സൈസ് ഒറിജിനൽ സൈസിനേക്കാളും വളരെ ചെറുതായിരുന്നു. അപ്പോൾ നമ്മുടെ ഇമേജ് ഡിമിനിഷ്ഡ് ഇമേജ് ആയിരുന്നു, സൈസ് കുറവായിരുന്നു. ദെൻ രണ്ടാമത്തെ കേസ് എടുക്കുന്നത് ഇതാണ്, സിയിലാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. സിയിൽ തന്നെ കിട്ടുന്നു, സെയിം സൈസ് ആണ്, റിയൽ ആണ് അല്ലെ. അപ്പോൾ ഇവിടെ റിയൽ ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത്, ഇൻവേർട്ടഡ് തല കുത്തനെയുള്ള ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത്. ദെൻ അതിന്റെ സൈസ് സെയിം സൈസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ, സെയിം സൈസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അപ്പോൾ ഇവിടെ റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് റിയൽ ഇമേജ് ആവുമ്പോഴത്തേക്കും നമുക്കറിയാലോ റിയൽ ഇമേജ് എന്ന് പറയുന്നത്. ദെൻ ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മുടെ ഇമേജ് റൈറ്റ് സൈഡിലാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ഇറക്റ്റ് വെർച്വൽ ഇമേജ് ആയിരിക്കും അല്ലേ, ഇറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അത് വിർച്വൽ ഇമേജ് ആയിരിക്കും ഫോം ചെയ്തിരിക്കുന്നത്. ഇറക്റ്റ് ഇമേജും വിർച്വൽ ആയിരിക്കും, നേരെയുള്ളതാണ് ഇവിടുത്തെ ഇമേജ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇറക്റ്റ് കൊടുത്തിരിക്കുന്നത്. വിർച്വൽ ഇമേജ് ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. സൈസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഓബ്ജക്റ്റിന്റെ സൈസിനെക്കാളും ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു സൈസിലുള്ള ഇമേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ നാലാമത്തെ കേസ് ഇതാണ്. നാലാമത്തെ കേസ് റൈറ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറക്റ്റ് ആയിട്ടുള്ള വിർച്വൽ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ സൈസ് മാത്രം എങ്ങനെയാണ്, കുറവാണ് അല്ലെ, സൈസ് ഡിമിനിഷ്ഡ് സൈസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ അഞ്ചാമത്തെ ഫിഗറിലും അതേപോലത്തെ കേസ് തന്നെയാണ് വരുന്നത്. അവിടെയും എന്ത് തന്നെയാണ് വരുന്നത്, സൈസ് കുറവാണ് അല്ലെ, സൈസ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു ഇമേജ് തന്നെയാണ് ഇവിടെയും ഫോം ചെയ്യുന്നത്. ഇവിടെയും ഇറക്റ്റ് ആണ്, വിർച്വൽ ഇമേജ് ആണ്. അതുപോലെ തന്നെ ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള സൈസ് വളരെ കുറവായിട്ടുള്ള ഒരു ഇമേജ് തന്നെയാണ് അവിടെയും ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ആദ്യത്തെ രണ്ട് കേസിലും
എന്താണ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള റിയൽ ഇമേജസും ബാക്കി 3 കേസിലും നമുക്ക് വിർച്വൽ ആയിട്ടുള്ള ഇറക്റ്റ് ഇമേജസ് ആണ് കിട്ടിയിരിക്കുന്നത്. ദെൻ ഫസ്റ്റ് കേസിൽ ഡിമിനിഷ്ഡ് ആണ്, രണ്ടാമത്തെ കേസിൽ സൈസ് സെയിം തന്നെയായിരുന്നു. ബാക്കി 3 കേസിൽ ആദ്യത്തെ കേസിൽ എന്താണ് മാഗ്നിഫൈഡ് അല്ലെങ്കിൽ എൻലാർജ്ഡ് ഇമേജ് ആയിരുന്നു, രണ്ടാമത്തേതിൽ ഡിമിനിഷ്ഡ് ഇമേജ് ആയിരുന്നു, മൂന്നാമത്തേതിലും നമുക്ക് ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടിയത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തരുന്നുണ്ട്, നമുക്ക് നോക്കാം. വെൻ ദ മാഗ്നിഫിക്കേഷൻ ഈസ് 1, മാഗ്നിഫിക്കേഷൻ 1 ആണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ഹൈറ്റ് ഓഫ് ദ ഇമേജും ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 നമുക്ക് കിട്ടിയാൽ അതിന്റെ മീനിങ് എന്താണ്? ഇത് രണ്ടും സെയിം ആകുമ്പോഴാണല്ലോ ക്യാൻസൽ ചെയ്ത് നമുക്ക് 1 കിട്ടുക. അതായത് ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദ ഇമേജും സെയിം ആയിട്ട് വരുന്ന കേസിലാണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ 1 ആയിട്ട് കിട്ടുക. ദെൻ രണ്ടാമത് വെൻ ദ മാഗ്നിഫിക്കേഷൻ ഈസ് മോർ ദാൻ 1, 1നെക്കാളും കൂടുതലാകുന്നത് എപ്പോഴാണെന്ന് നോക്കിക്കേ. നമ്മൾ ഇമേജിന്റെ ഹൈറ്റിനെ ഓബ്ജക്റ്റിന്റെ ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിൽ ഒരു വലിയ നമ്പർ ആകുമ്പോഴാണ് നമുക്ക് 1നെക്കാളും വലിയൊരു ആൻസർ കിട്ടുക. ഹൈറ്റ് ഓഫ് ദ ഇമേജ് വലുതായിരിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ഡിവൈഡ് ചെയ്ത് നമുക്ക് 1നെക്കാളും വലിയൊരു ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടെ ഇമേജ് എന്ന് പറയുന്നത് വലുതായിരിക്കും. അപ്പോൾ ഇമേജ് ഒബ്ജക്റ്റിനെക്കാളും ഗ്രേറ്റർ ആയിരിക്കുമ്പോഴാണ് മാഗ്നിഫിക്കേഷൻ ഒരു 1നെക്കാളും വലിയ നമ്പർ കിട്ടുക. ഇനി എപ്പോഴാണ് 1നെക്കാളും ചെറിയ നമ്പർ മാഗ്നിഫിക്കേഷൻ ആയിട്ട് കിട്ടുക? ഇവിടെ മേളിലൊരു കുഞ്ഞു നമ്പറും താഴെ ഒരു വലിയ നമ്പറും വരിക. അതായത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ചെറുതും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് വലുതായിട്ടും വരുന്ന കേസിൽ. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 5/5 വന്നാൽ നമുക്കറിയാം രണ്ടുപേരുടെ സൈസും സെയിം ആണ്, മാഗ്നിഫിക്കേഷൻ 1 കിട്ടും. ഇനി 5/4 ആണെങ്കിൽ നമ്മുടെ ആൻസർ 1 പോയിന്റ് സംതിങ് ആണ്, അതായത് 1നെക്കാളും കൂടുതലാണ് കിട്ടിയത്. അങ്ങനെ മാഗ്നിഫിക്കേഷൻ 1നെക്കാളും കൂടിയത് ഇവിടെ 4നെക്കാളും വലിയൊരു നമ്പർ മേളിൽ വന്നതുകൊണ്ടാണ്. ഇനി ഇത് തിരിഞ്ഞാണ് വന്നിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? 4/5 ആയിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ 0 ആയിരുന്നു അല്ലെ, 0.8 ആണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് 1നെക്കാളും ചെറിയൊരു ആൻസർ കിട്ടാൻ കാരണം ഇവിടെ 4 5നെക്കാളും ചെറുതായിരുന്നു. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഓബ്ജക്റ്റിനെക്കാളും ചെറുതായിട്ട് വരുന്ന കേസാണ്. അപ്പോൾ ഒരു കുഞ്ഞു നമ്പർ ഇട്ട് നോക്കി വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പത്തിന് കിട്ടും. അത് രണ്ടും ഈക്വൽ ആയിട്ട് വരുമ്പോൾ മാഗ്നിഫിക്കേഷൻ 1 കിട്ടും. ഇമേജിന്റെ ഹൈറ്റ് കൂടുതലായിട്ട് വന്നാൽ 1നെക്കാളും കൂടുതൽ മാഗ്നിഫിക്കേഷൻ നമുക്ക് കിട്ടും. ഇമേജിന്റെ ഹൈറ്റ് ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനെക്കാളും ചെറുതായിട്ട് വന്നാൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ ചെറുതായിരിക്കും. അതായത് നമ്മൾ സൂം ചെയ്യുക, വലുതാക്കുക, ചെറുതാക്കുക, ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. സൂം ചെയ്ത് വലുതാക്കി അല്ലെ, ഇത് വലുതായി, ഇത് കുഞ്ഞാക്കി, ദാറ്റ് ഈസ് നമ്മൾ സൂം അവിടെ കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ നമ്മുടെ മിറേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ചാപ്റ്റർ ഇവിടെ തീരുവാണ്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. താങ്ക്